ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നാം ബൈബിളിലെ വാഗ്ദത്ത കല്ലുകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേയപ്പൻ്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. നല്ലൊരു ദിവസം നീ ഇവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരു സാന്നിധ്യം ദൈവമേ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവമേ, അടിയൻ വചനം സംസാരിക്കുമ്പോൾ അങ്ങ് തന്നെ വചനം സംസാരിക്കുമാറാകണമേ. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണം. അവിടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. സ്മാരക കല്ലുകളെക്കുറിച്ച് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവം അവരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിച്ച് അവരെ വാഗ്ദത്ത കനാലിലേക്ക് നയിക്കുന്നതായിട്ടുള്ള യാത്രയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും ബൈബിളിലുടനീളം. അപ്രകാരം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പകൽ അവർക്ക് മേഘസ്തംഭമായിരുന്നു കൊണ്ട് അവരെ നയിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ അവർക്ക് അഗ്നിസ്തംഭമായിരുന്നു കൊണ്ട് ദൈവത്തോട് അവരോട് കൂടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം വളരെയധികം വിജയകരമായ രീതിയിലാണ് അവരെ ദൈവം നയിച്ചു കൊണ്ടുവരുന്നത്. മരുഭൂമിയിലും അതുപോലെ തന്നെ വലിയ ചെങ്കടലിൻ്റെ സമീപത്തെത്തിയപ്പോൾ പുറകിൽ മിസ്രൈം സൈന്യം കടന്നു വന്നപ്പോൾ ആ ചെങ്കടലിനെ രണ്ടായി പിളർന്നുകൊണ്ട് അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ മക്കളെ നയിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ മിസ്രൈം സൈന്യം അവരുടെ പുറകെ വന്ന് അവരെ പിടിപ്പാൻ തക്കവണ്ണം വന്നപ്പോൾ ചെങ്കടൽ വീണ്ടും പഴയതുപോലെ ആകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ മിസ്രൈം സൈന്യം മുഴുവനും അവിടെ നശിച്ചു പോകുന്നതായിട്ട് നമുക്കൊരു സ്ഥിതിവിശേഷം ദൈവവചനത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവം എത്ര മഹത്തരമായിട്ടാണ് അവരെ വഴി നടത്തിയത്. യോശുവയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്രകാരമുള്ള ആ വഴി നടത്തലിനെ കൂടെയാണ് നമ്മൾ കാണുന്നത്. ദൈവവചനം ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളോട് കൂടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ വേദപുസ്തകം നമ്മളോട് പറയുന്നു, ഇസ്രായേൽ മക്കൾ ഇവിടെ വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് എത്തുന്ന സമയത്ത് യോർദാൻ നദി കടക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ ദൈവം ചെങ്കടൽ എപ്രകാരമാണോ വഴിതിരിച്ചത്, അവർക്ക് ഉണങ്ങിയ നിലം ഒരുക്കിക്കൊടുത്തത്, അതുപോലെ യോർദാനെയും രണ്ടായി പിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യോർദാനെ രണ്ടായി പിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം അവിടെ മുന്നമേ പോകുന്നു. അവിടെ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്നവർ ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ട് യോർദാന് നടുവിൽ നിന്നപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് ഇസ്രായേൽ മക്കൾ നടന്ന് അക്കരയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ വഴി നടത്തുന്നത്. ദൈവം എല്ലാ പ്രതിസന്ധിയിലും അവർക്ക് സംരക്ഷകനായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിന് സ്മാരകമായിട്ട് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് 12 കല്ലുകൾ ആ യോർദാനിൽ നിന്ന് എടുക്കണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ആ കല്ലുകളെ എടുത്തുകൊണ്ട് ഓരോ കല്ലുകൾ എടുത്തുകൊണ്ട് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടു.
അപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വേദപുസ്തകം യോശുവയുടെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് ദൈവവചനം പറയുന്നത്. ഗോത്രത്തിനൊത്തവണ്ണം ഓരോ കല്ലെടുക്കണം, ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞ് നിമിഷം നാം തന്നെ അവരോട് എന്ന് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം എന്ന് വേദപുസ്തകം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യോർദാൻ 2ആയി പിരിഞ്ഞ് അവിടെ നിന്ന് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആ ശില എടുക്കുകയും അവർ ഇതൊരു ജ്ഞാപകമായിട്ട് അവരുടെ ഭവനങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? വരും തലമുറ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടിയുമാണ് ഇപ്രകാരം നടത്തിയത്. അതുപോലെ തന്നെ കർത്താവായ ദൈവം എപ്രകാരമാണ് അവരെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയത് എന്ന് എപ്പോഴും ഓർമ്മിക്കുന്നതിന് വേണ്ടി അതൊരു സ്മാരകമായിട്ട് അവരവിടെ സ്ഥാപിച്ചു. ഇവിടെ 12 കല്ലുകൾ ഈ സ്മാരകം ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിന് ഒരു സാക്ഷിയായി വർദ്ധിച്ചതായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 12 കല്ലുകൾ ജോർദാനിലെ ചെളിയിൽ നിന്ന് ആഴത്തിൽ നിന്നെടുത്തു. ഉണങ്ങിയ നിലത്ത് അവർ താമസിച്ച സ്ഥലത്ത് തന്നെ അത് സ്ഥാപിച്ചു. അവർ താമസിച്ചിരുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ അത് സ്ഥാപിച്ചു. അത് യോർദാനിലെ ചെളിയിൽ നിന്നാണ് അവർ എടുത്തത്. എന്താണ് ചെളി പ്രതിദാനം ചെയ്യുന്നത്? എന്താണ് ചെളി പ്രതിദാനം ചെയ്യുന്നത്? ഈ ലോകത്തിൻ്റെ അഴുക്ക് ചാലിൽ നിന്നാണ് ആ കല്ലുകൾ എടുത്തത്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ അഴുക്ക് ചാലുകളിലായിരിക്കുന്നു. പാപമെന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് കൽപ്പനാ ലംഘനം പാപമാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ നാം ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് ജീവിക്കാതെ കുത്തഴിഞ്ഞതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തു അവൻ്റെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അതിന് സ്മാരകമെന്നോണമാണ് അവർ ആ കല്ലുകൾ യോർദാനിൽ നിന്ന് എടുത്തത്. ദൈവത്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവം എപ്രകാരമാണ് നിന്നെ വഴി നടത്തുന്നത്? തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് പാപത്തിൻ്റെ ചെളിക്കുഴിയിലായിരുന്നു കൊണ്ട് നിനക്ക് ഒരു പ്രത്യാശയും ഇല്ലാതായിരുന്ന സമയത്ത്, ഒരു പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ദൈവം നിന്നെ ചെളിക്കുണ്ടിൽ നിന്ന് വീണ്ടെടുത്തു. ദൈവം നിന്നെ കഴുകി ശുദ്ധീകരിച്ചു. എന്തുകൊണ്ടാണ് കഴുകിയത്? അവൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ് നിന്നെ കഴുകി ശുദ്ധീകരിച്ചത്. നിന്നെ അവൻ സ്വന്തം രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. നിന്നെ അവൻ വീണ്ടെടുത്തു. നിന്നെ അവൻ്റെ സ്വർഗരാജ്യത്തിന് ആ വിശുദ്ധിയിലേക്ക് നിന്നെ നയിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. നമ്മെ ദൈവം പുതുതാക്കുവാനും അവൻ്റെ വിശുദ്ധിയിലേക്ക് നയിപ്പാനും തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പുതിയ ദേശത്ത് ഒരു പുതിയ പൗരത്വം തരുവാൻ തക്കവണ്ണം അവൻ താല്പര്യപ്പെടുന്നു. എന്നാൽ നമ്മളിപ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുകൊണ്ട്, ലോകത്തിൻ്റെ ചിന്തകളിൽ പെട്ടുകൊണ്ട് എപ്പോഴും ആ ചെളിയിൽ തന്നെ കിടക്കുവാനാണ്
താല്പര്യപ്പെടുന്നത്. എപ്പോഴും പാപത്തെ തന്നെ ചുമക്കുവാനാണ് നാം താല്പര്യപ്പെടുന്നത്. നമുക്ക് പാപത്തിൻ്റെ എല്ലാ കരങ്ങളും കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ ശത്രുവായ സാത്താനാണ്. അവൻ നമ്മെ ദൈവത്തിൽ നിന്ന് എപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മെ എപ്പോഴും ദൈവത്തിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ പലവിധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും കർത്താവായ ദൈവം എന്താണ് ചെയ്യുന്നത്? ഇസ്രായേൽ മക്കളോട് എപ്രകാരമാണ് ദൈവം കൂടെ ഇരുന്നത്? ദൈവം അവരെ വഴി നടത്തി. അവരുടെ കാലിലെ ചെരുപ്പ് പോലും തേഞ്ഞു പോകാത്ത ഒരവസ്ഥയായിരുന്നു. അവർ വർഷങ്ങളായിട്ട് സഞ്ചരിച്ചു വന്നപ്പോൾ അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർക്ക് സമയാസമയം ആഹാരം ദൈവം ഒരുക്കി കൊടുത്തു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ദൈവം ഒരുക്കി കൊടുത്തു. വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്നതായിട്ടുള്ള ആ നല്ല ഭൂപ്രദേശം അവർക്കായി ഒരുക്കി കൊടുത്തു. എങ്കിലും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പന മനസ്സിലാക്കാതെ, ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കാതെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും വിഗ്രഹങ്ങളെ അവരാരാധിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിനെതിരായി പിറുപിറുക്കുകയും ചെയ്ത ഒരു തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ 40 വർഷം മരുഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. 40 വർഷം മിസ്രൈമിൽ നിന്ന് വന്ന തലമുറകളെല്ലാം നശിച്ചു പോയി. പുതിയ തലമുറയാണ് ആ കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നത്. ആ പുതിയ തലമുറയാണ് യോർദാനിൽ നിന്ന് കല്ലുകൾ എടുക്കുന്നത്. അവർ ക്രിസ്തുവിൻ്റെ ജ്ഞാപകമായിട്ട് അവിടെ അവരത് സൂക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവം അവരെ നടത്തിയതായിട്ടുള്ളൊരു അനുഭവം, ദൈവം അവരെ നയിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം അപ്രകാരം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ദൈവം അപ്രകാരം നമ്മെ വഴി നടത്തുന്നു. നമ്മുടെ തലമുറകളെയും അവൻ നയിപ്പാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പുതിയൊരു വാഗ്ദത്ത ദേശം, പുതിയൊരു പൗരത്വം നൽകുവാൻ തക്കവണ്ണം അവൻ ശ്രമിക്കുന്നു. അപ്രകാരം പുതിയൊരു പൗരത്വത്തിനായിട്ട് നീ ഒരുക്കമുള്ളവനാണോ? ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ഭൂമിയിലല്ല, പിന്നെയോ നമുക്കായിട്ട് ദൈവം ഒരു സ്വർഗരാജ്യം ഒരുക്കുന്നു. ആ സ്വർഗരാജ്യത്തിലാണ് നമുക്കൊരു പൗരത്വമുള്ളത്. നമുക്ക് ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ദേശത്തിലായിരിക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ ഐഡൻറ്റി കാർഡുകളൊക്കെയും നമുക്കുണ്ട്. ഈ ദേശത്തിൻ്റെ മറ്റ് എല്ലാ കാര്യാദികളും നമ്മുടെ കരങ്ങളിലുണ്ട്. എങ്കിലേ ഈ ദേശത്തിൽ നമുക്ക് വസിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ സ്വർഗീയ ആ ദേശത്ത് നമുക്ക് പൗരത്വം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ആ ദേശത്തിലെ കാര്യാദികൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഓരോ ദിവസവും നമ്മെ അനുദിനം വഴി നടത്തിക്കൊണ്ടിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്ന ഒരനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. എത്രത്തോളമാണ് ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയത്, ദൈവം അത്ഭുതകരമായി വഴി നടത്തിയത്, അതുപോലെ ദൈവം ഇന്നും നമ്മെ നടത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ആ വാഗ്ദത്ത സ്വർഗീയ കനാലിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഓർമ്മ വേണം, എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ നയിച്ചത്, എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയത് എന്ന് നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം. അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറ്റമില്ലാത്തൊരു ബന്ധം ക്രിസ്തുവുമായിട്ട് നമുക്കുണ്ടായിരിക്കണം.
ക്രിസ്തുവുമായിട്ട് മാറ്റമില്ലാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയ കനാനിൽ പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിട്ടിരിപ്പാനും തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതിന് നാം നമ്മുടെ ജീവിതങ്ങൾ ഇന്നു മുതലേ നമ്മൾ ക്രമീകരിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുമ്പോൾ മാറ്റത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം നമ്മളിൽ ഉണ്ടാകണം. ഇവിടെ ഇസ്രായേൽ മക്കൾ ഇത്രത്തോളം ദൈവം വഴി നടത്തിയെങ്കിലും അവർ അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അന്യദേശങ്ങളിലെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അതിന് പ്രകാരം അവരുടെ ജീവിതങ്ങളെ മാറ്റുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ മിസ്രൈം ദേശത്ത് നിന്ന് വന്ന യോശുവയും കാലേബും എന്തുകൊണ്ടാണ് അവർ വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്, അതിൻ്റെ അനുഗ്രഹം അവർക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിൻ്റെ വചനം അതുപോലെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു. ദൈവം സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. 12 പേര് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം കടന്നുപോയപ്പോൾ ആ 12 പേരിൽ 2 പേർ യോശുവയും കാലേബുമായിരുന്നു. 10 പേരും നമുക്ക് സാധിക്കില്ല, നമുക്ക് ആ മല്ലന്മാരെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം സാധിക്കില്ല, നമുക്ക് അതിനെ പിടിച്ചടക്കുവാൻ സാധിക്കുകയില്ല എന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ സഭയുടെ മുമ്പാകെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ദൈവവചനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന യോശുവയെയും കാലേബിനെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ, ദൈവം നമുക്ക് ചുറ്റുമായിട്ട് കാവൽ നിൽക്കുമെന്നുണ്ട് എങ്കിൽ, ഈ കാലയളവിലൊക്കെയും ദൈവം നമ്മോട് കൂടെ ഇരുന്നത് പോലെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കനാൻ ദേശം നമുക്ക് പിടിച്ചടക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഉറച്ച സ്വരത്തോടുകൂടെ സഭയുടെ മുമ്പാകെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന കാലേബിനെയും ജോഷുവയെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാമും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഓർക്കണം, നമുക്കായിട്ട് ഒരു സ്വർഗീയ കനാൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗീയ കനാനിൽ പ്രവേശിക്കണമെന്നുണ്ട് എങ്കിൽ നാമും വിശ്വസ്തരായിരിക്കണം. ഈ ഭൂമിയിൽ നാമും കാലേബിനെയും ജോഷുവയും പോലെ ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം. ഈ സ്മാരക കല്ലുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം സ്മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അപ്രകാരം ആ സ്മാരക കല്ലുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഗ്ദത്ത സ്വർഗീയ കനാലിലേക്ക് കടക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ഇവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ അടിസ്ഥാന കല്ലിന്മേൽ നമ്മുടെ ഹൃദയങ്ങളെ പണിയുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇവിടെ വേദപുസ്തകം അപ്രകാരം ഓർക്കുന്നു, നിങ്ങൾ മോചനത്തിൻ്റെയും സ്മാരകത്തിൻ്റെയും കല്ലെടുത്ത് സ്മാരക സ്തംഭത്തിലേക്ക് ചേർക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ദൈവം എപ്രകാരമാണ് നമ്മെ വഴി നടത്തുന്നത്, ദൈവം എപ്രകാരമാണ് നമ്മെ സംരക്ഷിക്കുന്നത്, ദൈവം എത്രത്തോളം നമ്മോട് കൂടെ ഇരിക്കുന്നു, ദൈവം എത്രത്തോളം നമുക്ക് അഭികാമ്യമായിട്ടിരിക്കുന്നു എന്ന് നാം ഓർത്തുകൊള്ളണം. നമ്മൾക്ക് ശക്തിയില്ല, ദൈവമേ ഈ പോരാട്ടത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശക്തിയില്ല, സാത്താനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം എനിക്ക് ശക്തിയില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അപേക്ഷിക്കുകയാണ് എങ്കിൽ ദൈവം ഉപേക്ഷിക്കാതെ തൻ്റെ എല്ലാ ദൂതന്മാരെയും നിങ്ങൾക്ക് വേണ്ടി അയക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്രകാരം ദൈവം പറയുന്നു, അപ്രകാരം ദൈവം നമ്മെ കരുതുന്നു. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മെ തന്നെ ക്രമീകരിക്കുക, നമ്മെ തന്നെ സമർപ്പിക്കുക. ആ സമർപ്പണത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം ഓർക്കാനുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവം എപ്പോഴും ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങളെ ഓർക്കുക,
ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിലേക്ക് നമ്മെ നയിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിൽ നയിപ്പാൻ തക്കവണ്ണം നമ്മെ അവൻ സഹായിക്കും, നമ്മെ അവൻ കരുതും. അപ്രകാരമുള്ള ഒരു അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവം എത്ര വലിയവനായിട്ടാണ്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മെ വഴി നടത്തുന്നത്. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. എല്ലാ പ്രതികൂല പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ആ അത്ഭുത കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യോശുവയും കാലേബും എപ്രകാരമാണോ ദൈവസന്നിധിയിലായിരുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. യോശുവ ദൈവം എപ്രകാരമാണോ അവനോട് പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെയും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട്, അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ ആ വാഗ്ദത്ത കനാലിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിൻ്റെ ആ സംരക്ഷണ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം മരുഭൂമിയിലൂടെ നടന്നാലും, നാം മുള്ളുകളിലൂടെ നടന്നാലും, നാം വെള്ളത്തിലൂടെ നടന്നാലും, നാം തീയിലൂടെ നടന്നാലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം പൊള്ളുന്ന വേദനയിലൂടെ നടന്നാലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളെ അവർ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ ഏത് കാലാവസ്ഥയിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതികൂല പ്രയാസങ്ങളിലും അവരോട് കൂടെ ഇരുന്നു കൊണ്ട് ദൈവം അവരെ സംരക്ഷിച്ചു. അതുപോലെ നമ്മെയും ദൈവം സംരക്ഷിക്കും. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേകം പ്രതിസന്ധികൾ ഉണ്ടാകും, അനേകം പ്രശ്നങ്ങളുടെ നടുവിൽ നാം ആയിരിക്കും. എന്നാലും ഭാരം പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇസ്രായേൽ മക്കളോട് എപ്രകാരമാണോ ദൈവം കൂടെയിരുന്നത്, അതുപോലെ ദൈവം കൂടെയിരിക്കും. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വഴുതി മാറിയതായിട്ടുള്ളൊരു അനുഭവം, അപ്രകാരം നാം ആയിരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഈ ഓർമ്മക്കല്ലുകൾ നാം മറന്നു പോകാതെ നാം നമ്മുടെ ഹൃദയങ്ങളിൽ അത് സ്ഥാപിക്കുക. ദൈവം നമ്മെ ചെളിക്കുഴിയിൽ നിന്നാണ് വീണ്ടെടുത്തിരിക്കുന്നത്, പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഓർമ്മയുടെ ഒരു അനുഭവത്തിലേക്ക് നാം മുന്നോട്ട് പോകാം. നമ്മുടെ തലമുറകളെ അപ്രകാരം ദൈവകരങ്ങളിൽ സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുവാൻ തയ്യാറാണ്. നാം തയ്യാറാണോ? നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ നാം തയ്യാറാണോ? ഒരു തീരുമാനമെടുക്കുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമേൻ.